സുഹൃത്തുക്കളെ, ഇന്ന് ഗണേശോത്സവമാണ്. അപ്പോൾ ഞാൻ എൻ്റെ റോഡിലൂടെ എങ്ങനെയുണ്ട് റോഡ് ഷോനെ കുറിച്ചിട്ട് ഞാൻ കാണിക്കാം. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കാണുക. സുഹൃത്തുക്കളെ നമസ്കാരം. ഇന്ന് നമ്മളെ സാധാരണ ദിവസത്തെ പോലെ സൺഡേ ആണ്. സൺഡേക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താ അറിയോ? അതെന്താണെന്നുള്ളത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾ ചിന്തിച്ചിരുന്നാൽ മതി, നല്ല കാര്യങ്ങൾ മാത്രം. അപ്പം ഇന്ന് ടൗണിൽ വലിയ തിരക്കൊന്നുമില്ല. ഇന്ന് വേറൊരു പ്രത്യേക അറിയിപ്പ്. ഗുരുവായൂരിൽ ഇന്ന് ഇത് റെക്കോർഡ് കല്യാണം അത്ര. റെക്കോർഡ് കല്യാണം എന്ന് പറഞ്ഞാൽ ഗുരുവായൂരിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് വലിയൊരു കല്യാണം. അപ്പോൾ ഗുരുവായൂരിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് റെക്കോർഡ് കല്യാണം എന്ന് പറഞ്ഞാൽ, അപ്പോൾ എത്ര കല്യാണമാകുമോ നടക്കുന്നുണ്ടാവുക? ഒരു 10,000, ഒരു 50,000, 1,00,000 വരെ ഉണ്ടാവുമോ? അതിൽ കൂടുമോ? എനിക്ക് തോന്നുന്നതാണ്. 1,00,000 കല്യാണം വരെ ഉണ്ടാവില്ല, അതിലും താഴെയാവും. അപ്പം നാട്ടിൽ പൊതുവെ നമ്മളെ ചെക്കന്മാർക്ക് പെണ്ണ് കിട്ടുന്നില്ല അറിഞ്ഞ്. പിന്നെ അപ്പോൾ ഈ പെണ്ണൊക്കെ എവിടുന്നാ കിട്ടുന്നത്? ഞാനൊന്ന് പറയട്ടെ, നിങ്ങൾ ഇറങ്ങി തെരഞ്ഞ് ഒരു പെണ്ണിനെ ഇഷ്ടപ്പെടുക. 10,000 പെണ്ണിനെ ഇഷ്ടപ്പെടരുത്. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുക. അപ്പോൾ നിങ്ങളെ തേടി പെണ്ണ് വരും. പണത്തെ നിങ്ങൾ ബഹുമാനിച്ചാൽ മതി, സ്നേഹിക്കണ്ട. ഞാൻ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എന്താ ഞാൻ പറഞ്ഞറിയോ? പെണ്ണില്ല എന്ന് പറഞ്ഞിട്ട് ഇനി ആരും കരയാൻ നിൽക്കരുത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, പെണ്ണ് ഈ ലോകത്തുണ്ട്. ലോകത്ത് നമുക്ക് വേണ്ടിയിട്ട് എവിടെയെങ്കിലും ഒരു പെണ്ണ് നമ്മുടെ കാത്തിരിക്കുന്നുണ്ടാവും. അത് നിങ്ങൾ പിന്നെ നേരം പോലെ നേരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചാൽ മതി, അതിന് വേണ്ടി പ്രയത്നിച്ചാൽ മതി. ഞാൻ പറയട്ടെ, ഈ പറയുന്ന ഇത്രയും നേരമായിട്ട് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. ഞാൻ പ്രണയിച്ചിരുന്നു. ഞാൻ ഇപ്പോൾ പ്രണയത്തെ എതിർക്കാണ്. നിങ്ങൾ പ്രണയിക്കാൻ പാടില്ല കേട്ടോ. നിങ്ങൾ സ്നേഹിച്ചോ. പ്രണയിച്ചു കഴിഞ്ഞാൽ എന്താ അറിയോ? മുന്നിൽ പോണ പെട്രോൾ പമ്പിൻ്റെ പോലെയാവും, പൊട്ടിത്തെറിക്കും. അപ്പോൾ നിങ്ങൾ സ്നേഹിക്കുക, ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചോ. അതിനൊരു കഴമ്പുമില്ല. ഓക്കെ. ഇതെന്താ അറിയോ? നമ്മൾ